കണ്ണൂർ കോടിയേരി പാറാലിൽ 2 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു എന്ന വാർത്ത വരുന്നു. സുജനേഷ്, സുബിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് CPIM പറയുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സജോ. കാര്യം ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ അവിടെ നിന്ന് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റു ആളുകളും. ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ അക്രമങ്ങൾ തുടങ്ങിയോ അവിടെ? ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് തർക്കങ്ങളും മറ്റുമൊക്കെ ഈ മേഖല ന്യൂമാഹി കൂത്തുപറമ്പൊക്കെ കേന്ദ്രീകരിച്ച് പല തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ ആക്രമണവും അരങ്ങേറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ന്യൂമാഹി കോടിയേരി പാറാൽ സ്വദേശികളായ സുജനേഷ്, സുബിൻ എന്നിവരാണ്. അവർ CPIM പ്രവർത്തകരാണ്. ഈ മേഖലയിൽ ന്യൂമാഹിയിൽ തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ നടന്ന ആഹ്ലാദ പ്രകടനം, ആ ആഹ്ലാദ പ്രകടനത്തിന് പിന്നാലെ രാത്രിയോടുകൂടി അവിടെ തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടാവുകയായിരുന്നു. പരസ്പരം ഉള്ള വാക്കേറ്റവും പിന്നീട് അത് തമ്മിലടിയും, രണ്ടുപേർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ആ മേഖലയിൽ തിരിച്ച് പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് ബോംബേറും മറ്റുമൊക്കെ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായാണ് ഈ 2 CPIM പ്രവർത്തകർക്ക് എതിരായ ആക്രമണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയും 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇരുവർക്കും വെട്ടേൽക്കുകയാണ് ചെയ്തത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ഇരുവരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ CPIM പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നത് BJP RSS പ്രവർത്തകർ സംഘടിച്ചെത്തി ആസൂത്രിതമായി ആക്രമിക്കുകയായിരുന്നു. ആ മേഖലയിൽ തന്നെ ഹരീന്ദ്രൻ സ്മാരക ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട് CPIM നിയന്ത്രണത്തിലുള്ള. അവിടെയാണ് നേരത്തെ സംഘർഷം ഉണ്ടായത്. അതിന് സമീപത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഘർഷം ഉണ്ടായത്. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന് തുടർച്ചയായൊക്കെ ചില സംഘർഷ സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുകൂടി പറയുന്നു. പക്ഷേ ഈ മേഖലയിൽ കുറച്ചു കാലമായി മുൻപ് നേരത്തെ സമാധാനം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് സമാധാന ഭംഗം ഉണ്ടാകുമോ എന്ന ആശങ്ക മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും. SK. ഓക്കെ, സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഈ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇല്ലാതാകട്ടെ. കാരണം ഏറ്റവും നല്ല മണ്ണാണ് കണ്ണൂർ. ഏറ്റവും സ്നേഹസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന സ്ഥലവും സ്നേഹിച്ചാൽ കരൾ പറിച്ചു കൊടുക്കുന്ന ആളുകളാണ് കണ്ണൂരുള്ളത്. നമുക്ക് അനുഭവമുള്ളതാണ്. അവിടെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഒന്നും ചേക്കേറരുത്. കാരണം ദേശീയ തലത്തിൽ ടെലിവിഷൻ ചാനലുകൾ പലപ്പോഴും കണ്ണൂരിനെക്കുറിച്ച് കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലമെന്ന രീതിയിലാണ് ഇതിനെ വേലി കെട്ടി തിരിച്ച് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിന് കളങ്കമുണ്ടാകാതിരിക്കട്ടെ. രേണുക സുബ്ബൻ പറയുന്നു, ശ്രദ്ധിക്കാൻ പറയും SK. മൊബൈൽ ചാർജ് ഓഫ് ചെയ്യാതെ പോകുന്നവർ നമ്മുടെ വീടുകളെല്ലാം ഉണ്ട്. മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് രാത്രി കിടന്നുറങ്ങുന്ന എനിക്ക് നേരത്തെ ആ സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഈ അപകടങ്ങളൊക്കെ തുടങ്ങിയപ്പോഴാണ് അത് ഇല്ലാതാക്കിയത്. അപ്പോൾ അത് നമ്മൾ ചാർജിലിട്ടിട്ട് നമ്മൾ ഇരിക്കുന്നത് അത്ര ബുദ്ധിയല്ല. മണിക്കൂറിൽ ചാർജ് ചെയ്ത് ചൂടായി പൊട്ടിത്തെറിക്കുക വല്ലതും ചെയ്താൽ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കുവൈറ്റിലെ സംഭവം നമ്മൾ വിളിച്ചു പറയുന്നത്.